ഓരോരുത്തരുടെ ലൈഫിലും സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടാവില്ലേ? നമ്മളെ ലൈഫിൽ അങ്ങനെ ഒരാളെ പിക്ക് ചെയ്യാനാണ് നമ്മളിപ്പോ പോകുന്നത്. ഓരോടെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ 2 മണിക്കൂർ പോസ്റ്റ് കിട്ടി. ആളെ പരിചയപ്പെടുത്തി തന്നിട്ടില്ലല്ലോ. ഇതെന്റെ കസിൻ ബ്രദർ ആണ്. ഇച്ചുവിന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഫാമിലിക്ക് കൊടുക്കുന്ന വാല്യൂ തന്നെയാണ്. നമ്മൾ ഏതൊരു ആഗ്രഹത്തിനും ഇച്ചു ഇതുവരെ നോ പറഞ്ഞിട്ടില്ല. നമ്മൾ പിന്നെ എയർപോർട്ടിൽ നിന്ന് നേരെ പോയത് ഒരു ചായ കുടിക്കാനാണ്. ഇനിയാണ് കഥ. ഇച്ചുവിന്റെ വൈഫിന് നമ്മൾ സർപ്രൈസ് കൊടുക്കാൻ പോകുന്നു. സർപ്രൈസ് ആവോ? തീർച്ചയായിട്ടും. പിന്നെ ഒരു നീണ്ട നേരത്തെ പ്ലാനിങ് ആയിരുന്നു. അയാള് ഷെയ്ക്ക് കുടിക്കാൻ വന്നിട്ട് അതിനോട് വന്നത് നന്നായി. നമ്മളെ പ്ലാൻ എന്താന്ന് വെച്ചാല് നമ്മളിങ്ങനെ ജ്യൂസ് അടിക്കാൻ വന്നിട്ടുണ്ട്, കൊണ്ടുതരണോന്ന് ചോദിച്ചിട്ട് പോവാനേനു. പക്ഷെ പ്ലാന് വർക്ക്ഔട്ട് ആയിട്ടില്ല. അതുകൊണ്ട് ഇച്ചുവിനെ കൂട്ടാണ്ട് നമ്മളെല്ലാരും കുറച്ചു നേരം ആടെ ഇരുന്ന്. ഗൈസ്, നമ്മൾ സർപ്രൈസ് കൊടുക്കാണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മൾ പ്ലാന് മാറ്റി. നമുക്ക് പ്ലാൻ ബി ഉണ്ട്. നമ്മള് റോഡ് സൈഡിൽ വെയിറ്റ് ചെയ്യുന്നു. കുറച്ചു നേരം നമ്മൾ കാറിനുള്ളിൽ വെയിറ്റ് ചെയ്തിട്ട് അവര് കിടന്ന് നായരം നമ്മൾ ഇറങ്ങി. എന്തോ ഇങ്ങനെല്ലാം പോകുമ്പോ ഒരു കക്കാൻ പോകുന്ന വൈബേനു. സംഭവം ഇത്ര വരെ നമ്മളെ പ്ലാനിൽ ഉണ്ടായിട്ടുള്ളൂ. ഇനി എന്താക്കണം എന്ന് ആലോചിക്കാൻ സമയമില്ലാത്തോണ്ട് നേരെ പോയി കോളിംഗ് ബെൽ അടിച്ചു. ഒരു വരവ് കഴിഞ്ഞ് പോയതുകൊണ്ട് തന്നെ ഇങ്ങനൊരു വരവ് ആരും പ്രതീക്ഷിച്ചിട്ടില്ല. ഇപ്പം തന്നെ ഓൾറെഡി സമയം ലേറ്റ് ആയതുകൊണ്ട് ഇനിയും നിന്ന് സമയം കൂട്ടാണ്ട് നമ്മൾ യാത്ര പറഞ്ഞിട്ട് ഇറങ്ങി. നിങ്ങളോട് യാത്ര പറയാൻ സമയമായി. ഹലോ ബൈ ഗൈസ് ബൈ.